السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കൾ, ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരുമാറാവട്ടെ. ഈ സദസ്സിൽ നിങ്ങളോട് സംവദിക്കാൻ ലഭിച്ച വിഷയം ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, പ്രതിമ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്നതിനെക്കുറിച്ചാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നതായ വിഭാഗം ജീവകോലങ്ങൾ രൂപപ്പെടുത്തുന്നവരാകുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് ഈ ഒരു സമ്പ്രദായം ആദ്യമായി ഈ ഭൂമിയിൽ ആരംഭിച്ചത്. മുൻഗാമികളെ സ്മരിക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻഗാമികളുടെ ജീവകോലങ്ങൾ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്നു. പിന്നീട് അതൊരു ബിംബാരാധനയായിട്ട് മാറിയപ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം ഇതിനെ ഇത്രമാത്രം വിമർശിക്കാനുള്ള കാരണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ മസലകൾ ഫുഖഹാക്കൾ 3 രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കോലങ്ങൾ ഉണ്ടാക്കുന്നതും അവകൾ സൂക്ഷിക്കുന്നതും അവകൾ ഉണ്ടാവുന്നതിനാൽ റഹ്മത്തിന്റെ മലക്കുകൾ തടയപ്പെടുന്നതും. ആദ്യം നമുക്ക് ജീവകോലങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പ്രതിമ പോലെ തടിയുള്ളതായ കോലങ്ങൾ ജീവൻ നിലനിൽക്കാൻ പാകത്തിൽ ഉണ്ടാക്കൽ ഇജ്മാ കൊണ്ട് ഹറാമാണ് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത് കാണാം. അത് തത്തുല്യമായ രൂപത്തിലുള്ളതായ കോലങ്ങൾ ഇല്ലാത്തതായാലും നിസ്സാരവൽക്കരിക്കപ്പെടുന്ന രൂപത്തിലായാലും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് പാടില്ല എന്നതിനെ കുറിച്ച് ഹദീസുകളിൽ ശക്തമായ താക്കീതുകൾ വന്നിട്ടുണ്ട്. ആയതിനാൽ ഇത് കബായറുകളുടെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ സവാജിറിൽ എണ്ണിയിട്ടുള്ളത്. മീനിന്റെ രൂപത്തിൽ സോപ്പുകൾ ഉണ്ടാക്കുന്നതായാലും മാംസങ്ങളെ കൊണ്ടും ഹൽവകളെ കൊണ്ടും ജീവകോലങ്ങൾ രൂപപ്പെടുത്തുന്നതും എല്ലാം ഈ പരിധിയിൽപ്പെട്ടു. മുൻഗാമികളുടെ കോലങ്ങൾ ഉണ്ടാക്കി പ്രതിമകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് കുട്ടികളുടെ കയ്യിൽ സുലഭമായ ക്ലേ, അതുപോലെ തന്നെ കളിമണ്ണ് പോലത്തത് കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നതും ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലരുടെയും കോലം കത്തിക്കുമ്പോൾ അവകൾ മറ്റുള്ളവരെ നിസ്സാരവൽക്കരിക്കുന്നു എന്നതിനാൽ ഹറാമാണ് എന്നതിന് പുറമെ ജീവകോലങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അത് കുറ്റകരമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയപ്പെട്ടതിൽ ആന്തരിക അവയവങ്ങൾ ഇല്ല എന്നത് ഹറാമാണ് എന്നതിനോടെതിരല്ല. എന്നാൽ തുഹ്ഫയിൽ പറയുന്നത് കാണാം, ജീവൻ നിലനിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ തലയോ അതുപോലുള്ള അവയവങ്ങളോ വിച്ഛേദിക്കപ്പെട്ട രൂപത്തിലാണെങ്കിൽ കോലപ്പെടുത്തുന്നതിൽ ഹറാമില്ല. ഈ പറയപ്പെട്ടതിൽ നിന്ന് പരിചരണം ശീലിക്കുക എന്ന ലക്ഷ്യത്തോടെ പെൺകുട്ടികൾക്ക് പാവകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. കാരണം തിരുസന്നിധിയിൽ വെച്ച് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഇതുകൊണ്ട് കളിച്ചിട്ടുണ്ട്. എന്നാൽ ആൺമക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, ഹറാമാണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി വരയിലൂടെയാണ് ജീവകോലങ്ങൾ രൂപപ്പെടുത്തുന്നത് എങ്കിൽ ഇതിൽ 4 അഭിപ്രായങ്ങളാണ് ഫുഖഹാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിരുപാധികം പറ്റുമെന്നും തീരെ പാടില്ല എന്നും, നിസ്സാരവൽക്കരിക്കുന്ന രൂപത്തിലാണെങ്കിൽ പറ്റുമെന്നും അല്ലെങ്കിൽ പാടില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ജീവിയുടെ കോലത്തിലും ഭാവത്തിലുമാണെങ്കിൽ പറ്റില്ല എന്നും, അല്ലെങ്കിൽ പറ്റും തലയോ അതുപോലത്തെ അവയവങ്ങൾ വിച്ഛേദിക്കപ്പെട്ട രൂപത്തിലാണെങ്കിൽ പറ്റുമെന്നാണ് പ്രബല അഭിപ്രായം. ഇത് തർശീഹ് 324 വിശദീകരിക്കുന്നുണ്ട്. ജീവകോലങ്ങൾ എഡിറ്റ് ചെയ്ത് വീഡിയോകളും കാർട്ടൂണുകളും ക്രിയേറ്റ് ചെയ്യുന്നതും, ഫോട്ടോഗ്രാഫി മുഖേന എടുത്തതായ ഫോട്ടോസുകൾ പ്രിന്റ് ചെയ്യുന്നതും, അവകൾ കട്ട് ചെയ്ത് കട്ടൗട്ടുകൾ ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ നോട്ട് പുസ്തകത്തിൽ പെൻസിലോ മറ്റ് അത് ഉപയോഗിച്ച് ജീവകോലങ്ങൾ വരച്ചു ചേർക്കുന്നതുമെല്ലാം ഈ പ്രബല അഭിപ്രായം അനുസരിച്ച് ഹറാമിന്റെ പരിധിയിൽ വരും. എന്നാൽ
ഇന്നത്തെ കാലത്ത് സ്കൂളുകളിൽ ഡ്രോയിങ് എന്ന സബ്ജക്റ്റിൽ ഇത്തരത്തിലുള്ള രചനകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അപ്രബലമായ അഭിപ്രായങ്ങൾ നാം കൈകൊള്ളേണ്ടി വരും. അതുപോലെ തന്നെ ഹജ്ജ് പോലത്തെ യാത്രകൾക്ക് വേണ്ടി പാസ്പോർട്ടിൽ കൊടുക്കാൻ ഫോട്ടോ എടുക്കുന്നതിലേക്ക് നിർബന്ധിതമായാൽ അവിടെയും നാം അപ്രബലമായ അഭിപ്രായമാണ് മുറുകെ പിടിക്കേണ്ടത്. ഇന്ന് സർവ്വവ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നതായ ഫോട്ടോഗ്രാഫി മുഖേന എടുത്തതായ ഫോട്ടോസുകളും വീഡിയോകളും വരയിലൂടെ ജീവകോലങ്ങൾ രൂപപ്പെടുത്തിയ മസലയാണെന്നും അതിനാൽ അത് ഹറാമാണെന്നും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതിനാൽ തന്നെ തീരെ ജീവിതത്തിൽ ഫോട്ടോ എടുക്കാതെ സൂക്ഷ്മത പാലിച്ച പണ്ഡിതന്മാരും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ണാടിയിൽ പതിയുന്ന പ്രതിരൂപങ്ങളെ പോലെയാണെന്നും അത് അങ്ങനെ തന്നെ തടഞ്ഞു വെച്ചതാണെന്നും കണ്ണാടിയിൽ നോക്കൽ ജായിസ് ആയതുപോലെ ഈ ഫോട്ടോഗ്രാഫിക്ക് മുന്നിൽ നിൽക്കൽ ജായിസ് ആണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് അൽ-ഖൗലുൽ ജാമിഉൽ മതീൻ എന്നതിൽ ഈ അഭിപ്രായം ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ട അലവി ഇബ്നു അഹ്മദ് സഖാഫ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. വഅലാ കുല്ലി ഹാലിൻ ഫഫീമാ നഖൽതുഹു ഹുനാ ഫുസ്ഹത്തുൽ ലിന്നാസി ഫുസ്ആ. ഇന്നത്തെ കാലത്ത് ഈ ഫോട്ടോഗ്രാഫിയുടെ ഉപയോഗം സർവ്വവ്യാപകമായ സമയത്ത് ഞാൻ ഉദ്ധരിച്ചതായ ഈ ഖിലാഫ് ഉദ്ധരിച്ചതിൽ സാധാരണ ജനങ്ങൾക്ക് വലിയൊരു ഉപകാരം ഇതിലുണ്ട്. എന്ത് തന്നെയായാലും ഇത്തരം മറുപക്ഷത്തെ പാലിച്ചുകൊണ്ട് പരമാവധി ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് സൂക്ഷ്മത. അതാണ് മുൻഗാമികൾ കൈകൊണ്ടതും. എന്നാൽ പ്രഭാഷണങ്ങളും മറ്റും വീഡിയോയിൽ പകർത്തി ഷെയർ ചെയ്യുന്നതിനാൽ ഇസ്ലാമിക ദഅവത്ത് എന്ന മുഖ്യമായൊരു കാര്യം സാധ്യമാകുന്നു എന്നതിനാലാവാം പല ആൾക്കാരും ഇതിന്റെ മുന്നിൽ തുനിയുന്നത്. ക്യാമറകൾ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിൽ പള്ളിയെന്നോ പള്ളിക്ക് പുറത്തെന്നോ വ്യത്യാസമില്ല. എന്നാൽ നാം ചില പള്ളികളിൽ എഴുതി വെച്ചിട്ട് കാണാം പള്ളിക്കകത്ത് ക്യാമറ നിരോധിച്ചിരിക്കുന്നു. ഇതിലെന്താണ് വിവക്ഷ? അവ ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ അവിടുത്തെ ഇബാദത്തുകൾക്ക് പ്രതിഫലം കൂടുന്നത് പോലെ തന്നെ തെറ്റുകൾക്ക് ശിക്ഷയും കൂടും. അപ്പോ ഹറാമാണെന്ന് പറഞ്ഞതായ ആൾക്കാരുടെ അഭിപ്രായം മാനിച്ചത് കൊണ്ടാവാം ഒരുപക്ഷെ പള്ളിക്കകത്ത് ക്യാമറ നിരോധിച്ചു എന്ന് എഴുതി വെക്കാനുള്ള കാരണം. ജീവകോലങ്ങൾ ഉണ്ടാക്കുന്നതിന് പുറമെ അവകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തലും ഹറാമാണ്. അതൊരുപക്ഷെ സിഹത്തിനെ വരെ ബാധിച്ചേക്കും. എന്നാൽ പെൺകുട്ടികൾക്ക് കളിക്കാനുള്ളതായ പാവകൾ അവകൾ വിൽപ്പന നടത്തൽ ജായിസാണ്. എന്നാൽ ഇതിൽ ആൺകുട്ടികൾക്ക് കളിക്കാൻ പാവകൾ വാങ്ങിക്കൊടുക്കൽ ഹറാമാണ്. ഇത് സ്വാലിഹുർ റഈസുൽ മക്കി തങ്ങൾ തന്റെ ഫത്താവയിൽ 252 പറയുന്നതായിട്ട് കാണാം. യഹ്റുമു ശിറാഉ സുവരിൽ ഹയവാനി വഇഅതാഉഹാ ലിസ്സബീ ലിയൽഅബ ബിഹാ ലാ ലിൽഅബിൽ ബനാതി വഹുന്ന മുസ്തസനാതും മിൻ ദാലിക. ആൺകുട്ടികൾക്ക് കളിക്കാൻ ജീവകോലങ്ങൾ വാങ്ങിക്കൊടുക്കൽ അത് ഹറാമാണ്. എന്നാൽ പെൺകുട്ടികളെ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണ്. അപ്രകാരം തന്നെ മാർക്കറ്റിംഗ് ലക്ഷ്യത്തോടുകൂടെ പല ജീവകോലങ്ങളിൽ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതും അതും വിലക്കപ്പെട്ടതാണെന്ന് ഷർവാനി 4:239 കാണാം. നാം ഇതുവരെ ജീവകോലങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി ഇങ്ങനെ ഉണ്ടാക്കിയതായ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബഹുമാനം കൽപ്പിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഇത്തരം ജീവകോലങ്ങൾ സൂക്ഷിക്കൽ ഹറാമാണ്. അത് ഭംഗിക്ക് വേണ്ടിയുള്ളതായാലും ഉപകാരത്തിന് വേണ്ടിയുള്ളതായാലും അങ്ങനെ തന്നെ. മച്ചുകളിലും ചുമരുകളിലും തൂക്കിയിടപ്പെട്ട കർട്ടനുകളിലും ഷോക്കേസുകളിലൊക്കെ ജീവകോലങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെയും ഈ ഹറാമിന്റെ പരിധിയിൽ വരും. വസ്ത്രത്തിലാകുമ്പോൾ ധരിക്കാൻ പാകത്തിലുള്ള വസ്ത്രമാണെങ്കിൽ അതും ഹറാമാണ്. അത് നിലവിൽ ധരിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് തുഹഫയുടെയും നിഹായയുടെയും വീക്ഷണം. എന്നാൽ ധരിച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ എന്നാണ് മുഹനിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കുന്നത്. രചനകളിലൂടെയും പ്രിന്റിലൂടെയും രൂപപ്പെടുത്തിയതായ ഫോട്ടോസുകൾ സൂക്ഷിക്കുന്നതും ഫ്ലക്സുകളിലും മറ്റും നൽകിയതായ ഫോട്ടോസുകളും കട്ടൗട്ടുകളും സൂക്ഷിക്കുന്നത് ബഹുമാനിക്കുന്ന രൂപത്തിലാണെങ്കിൽ അതും ഹറാമാണ്. എന്നാൽ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ചവിട്ടിയിൽ അതുപോലെ തന്നെ ഭൂമിയിൽ അതുപോലെ നിസ്സാരവൽക്കരിക്കുന്ന കിടക്കാൻ ഉപയോഗിക്കുന്ന കിടക്കയിൽ
കൈ കഴുകാൻ ഉപയോഗിക്കുന്ന മീനിന്റെ ആകൃതിയിലുള്ള സോപ്പ്, ഇതൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു എന്നതിനാൽ കുഴപ്പമില്ല. അപ്രകാരം തന്നെ ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്ന തളികകളിലും സുപ്രയിലും പാത്രങ്ങളിലും ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ പ്രശ്നമല്ല. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങൾ പിന്നീട് ഭംഗിക്ക് വേണ്ടി ഷോക്കേസുകളിൽ വെക്കുകയാണെങ്കിൽ അവകളുടെ നിർമ്മാണ ലക്ഷ്യം മറ്റൊന്നായതുകൊണ്ട് പ്രശ്നമില്ല എന്ന് തൂഫ 7/432 നമുക്ക് നോക്കിയാൽ കാണാം. കറൻസികളിലും കോയിനുകളും നമ്മുടെ ഇടപാടുകളിൽ വളരെ ആവശ്യമായ ഒന്നായതുകൊണ്ടും സലഫുകളുടെ സുക്കൂത്തിയായ ഇജ്മാ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കറൻസികളിലുള്ളതായ ഫോട്ടോസുകൾ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഫുഖഹാവ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്യാമറകളിലൂടെ എടുത്തതായ ഫോട്ടോസുകൾ സൂക്ഷിക്കുന്നത് കണ്ണാടിയിൽ പതിഞ്ഞ പ്രതിരൂപം പോലെയാണെന്നതനുസരിച്ച് ഹറാമില്ല എന്നും, എന്നാൽ വരയുടെ ഗണത്തിലാണ് എണ്ണുന്നതെങ്കിൽ അത് ഹറാമാണെന്നും നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോട്ടോ സൂക്ഷിക്കൽ മാത്രമല്ല, സൂക്ഷിക്കുന്നതായ സ്ഥലത്തേക്കുള്ളതായ സന്നിധാനവും അതും ഹറാമാണ്. വിവാഹ സദ്യകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ പോവൽ നിർബന്ധമാണെന്ന് ഫുഖഹാവ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഹറാമായ ജീവരൂപങ്ങൾ ഉണ്ടെങ്കിൽ പോവൽ നിർബന്ധമില്ല എന്നല്ല, ഹറാമാണ്. താൻ പോയാൽ അത് തടയാൻ സാധിക്കുമെങ്കിൽ പോവലും അതിനെ തടുക്കലും നിർബന്ധമാണ്. ഈ പറഞ്ഞത് സദസ്സിൽ ഈ ജീവരൂപങ്ങൾ ഉണ്ടെങ്കിലാണ്. ഇനി വഴിയിലോ വാതിൽക്കലോ ആണെങ്കിൽ പ്രശ്നമില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൂടെ അകത്ത് പ്രവേശിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് ടെക്സ്റ്റൈൽസുകളുടെ മുന്നിൽ പ്രതിമകൾ വളരെ സർവ്വവ്യാപകമായിട്ട് ഉപയോഗിക്കുമ്പോൾ വാതിൽക്കലായതിനാൽ അതിലൂടെ അകത്ത് കടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ചില ഷോപ്പുകളിൽ ഷോപ്പിന്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള പ്രതിമകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിലൂടെ അതിന്റെ ആ റൂമിലേക്ക് കടക്കുന്നതിൽ രണ്ടഭിപ്രായമുണ്ട്. ഇത് നജ്മുൽ വഹാജ് എന്ന ഗ്രന്ഥത്തിൽ കമാലുദ്ദമീരി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. ഹൽ ദുഖൂലുൽ ബൈത്തിൽ ലദീ ഫീഹി സൂറത്തുൽ മംനൂഅതു ഹറാമുൻ ഔ കറാഹത്തുൻ ഫീഹി വജ്ഹാനി. ജീവരൂപങ്ങളുള്ള റൂമിലേക്ക് കടക്കൽ അത് കറാഹത്തെന്നും ഹറാമെന്നും അഭിപ്രായമുണ്ട്. ഇതിൽ ഇമാം ഹറമൈനി തങ്ങളും ബഹുമാനപ്പെട്ട ഗസാലി ഇമാമും പ്രബലപ്പെടുത്തിയത് കറാഹത്താണെന്നാണ്. ഈ പറഞ്ഞതിൽ ജീവരൂപങ്ങളുള്ളതായ ജീവന്റെ പ്രതിമകളുള്ളതായ പാർക്കുകളിൽ പോകുന്നതും മുൻഗാമികളുടെ പ്രതിമയുള്ള ഓഫീസുകളിൽ കടക്കുന്നതും എല്ലാം ഈ പറഞ്ഞതിൽ വരും. അത് കറാഹത്താണെന്ന് വെച്ചാൽ തന്നെ അവകളെ തലോടുന്നതും അവകൾക്ക് മുന്നിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതും അവകൾക്ക് പുഷ്പാർച്ചന നടത്തുന്നതുമെല്ലാം ഹറാമാണെന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഘട്ടം അഥവാ ജീവരൂപങ്ങൾ ഉള്ളതിനാൽ റഹ്മത്തിന്റെ മലക്കുകൾ തടയപ്പെടുന്ന മസലകൾ നോക്കാം. ജീവരൂപങ്ങൾ വിലക്കപ്പെട്ടതായാലും അല്ലാത്തതായാലും റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്നതിനെ തടയുമെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രബലപ്പെടുത്തിയതായ അഭിപ്രായം. എന്നാൽ ചുമരുകൾ എന്ന് പറയുമ്പോൾ ചുമരുകളിലും കർട്ടനുകളിലും വീടുകളിൽ സുലഭമായ പത്രങ്ങളിലും മാസികകളിലും ഉള്ളതായ ജീവരൂപങ്ങൾ, അതുപോലെ തന്നെ ടെലിവിഷനുകളിൽ പ്രത്യക്ഷപ്പെടുന്നതായ വീഡിയോകളും അതുപോലെ തന്നെ ജീവികളുടെ ഫോട്ടോസുകളുമെല്ലാം റഹ്മത്തിന്റെ മലക്കുകൾ തടയപ്പെടുന്നതാണ്. ആയതിനാൽ തന്നെ വീടുകളിൽ ദിക്റും സ്വലാത്തും ദുആകളുമെല്ലാം സംഘടിപ്പിച്ചാലും ശൈത്താനിയത്തിന്റെ ശർറ് നീങ്ങിപ്പോവാതിരിക്കാൻ ഇത് കാരണമാകുന്നു. ആയതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി തന്റെ അൽ ഹുക്മുർ റാസിഖ് ഫീ സുവരിൽ മശായിഖ് എന്ന ഗ്രന്ഥത്തിൽ നമ്മോട് പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാം. റഹ്മത്തിന്റെ മലക്കുകൾ തടയപ്പെടുന്നു എന്നതിനാൽ ഇത്തരത്തിലുള്ള ജീവരൂപങ്ങളുള്ളതായ വസ്ത്രങ്ങൾ ധരിച്ച് നിസ്കരിക്കുന്നത് കറാഹത്താണെന്നും ഫുഖഹാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ നമുക്കിനി പറയാനുള്ളത്, നമുക്കറിയാം ചില നാടകങ്ങൾക്ക് അല്ലെങ്കിൽ ചില വീഡിയോകൾക്ക് ചില അഭിനയങ്ങൾക്ക് വേണ്ടി നാം പല ജീവികളുടെയും വേഷങ്ങൾ കെട്ടാറുണ്ട്. കടലാസുകൾ ഉപയോഗിച്ചിട്ടും മറ്റും ഇത്തരത്തിലുള്ള വേഷം കെട്ടുന്നത് അത് ജീവികളോടുള്ള തശബ്ബുഹ്, അവകളോട് സാദൃശ്യമാവുക എന്നതല്ലാതെ ഈ പറയപ്പെട്ട ഹറാമായ തസ്വീറിന്റെ രൂപത്തിൽ അത് വരുന്നില്ല. അപ്പോ ഇന്നത്തെ കാലത്ത് ഈ ഒരുപാട് മസലകൾ നാം ചർച്ച ചെയ്തു. ഇന്നത്തെ കാലത്ത് ഈ പറയപ്പെട്ടതായ മസലകൾക്ക്
എതിരാവുന്ന രൂപത്തിൽ, വൈരുദ്ധ്യമാവുന്ന രൂപത്തിലാണ് പല സ്ഥലങ്ങളിലും നാം കണ്ടുവരുന്നത്. ഈ കാര്യങ്ങളൊക്കെയും ഹക്കായ നിലക്ക് മനസ്സിലാക്കി ചെയ്യേണ്ടത് ചെയ്യാനും വെടിയേണ്ടത് വെടിയാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.